ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ കാണാൻ പോകുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ആലുവ പുക്കാട്ടുപടി റൂട്ടിലാണ്. ബസ് റൂട്ടിൽ നിന്നും വെറും 100 മീറ്റർ മാത്രമാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. നല്ലൊരു വില്ല പ്രൊജക്റ്റ് ആണ്. ഒരുപാട് നൈബേഴ്സ് ഉണ്ട്. വലിയൊരു വില്ല പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വീട് വന്നിരിക്കുന്നത്. വീടിന്റെ എലവേഷൻ നിങ്ങൾ കണ്ടതാണ്. ഇവിടെ നിന്നും ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ദൂരം കൂടി നമുക്കൊന്ന് നോക്കാം. ഇവിടെ നിന്ന് ഇൻഫോ പാർക്കിലേക്ക് 12 കിലോമീറ്ററും ഇടപ്പള്ളി ലുലു മാളിലേക്ക് 14 കിലോമീറ്ററും എയർപോർട്ടിലേക്ക് വെറും 16 കിലോമീറ്ററുമാണ് ദൂരം വരുന്നത്. ഹോസ്പിറ്റൽ പർപ്പസ് വരികയാണെങ്കിൽ നമുക്ക് രാജഗിരി ഹോസ്പിറ്റലിലേക്ക് വെറും 5.7 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ എത്താവുന്നതാണ്. കുട്ടികൾക്ക് സ്കൂളൊക്കെ നോക്കുവാണെങ്കിൽ ചാർട്ടർ സ്കൂൾ വളരെ അടുത്താണ്. വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്ക് സ്കൂളിലേക്ക് എത്താവുന്നതാണ്. 4 സെന്റ് സ്ഥലത്ത് 1750 സ്ക്വയർ ഫീറ്റിൽ ചെയ്തിരിക്കുന്ന ഭംഗിയുള്ളൊരു വീടിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ കാണാൻ പോകുന്നത്. മധുരം നോക്കിക്കോളൂ, നല്ല ഡിസൈൻ ആയിട്ടൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ചെറിയൊരു ഡിസൈൻ മുകളിലത്തെ പോർഷനിൽ വരുന്നുണ്ട്. താഴെയാണെങ്കിൽ സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. മെയിൻ 2 പില്ലറുകളിൽ വന്നിട്ട് വലിയ ലാമ്പാണ് വെച്ചിരിക്കുന്നത്. ഗേറ്റ് നമുക്ക് ഒരു സൈഡ് കംപ്ലീറ്റ് സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലും ഈ ഒരു സൈഡ് ഫോൾഡ് ചെയ്യാവുന്ന രീതിയിലുമാണ് കൊടുത്തിരിക്കുന്നത്. ഭംഗിയായ എലവേഷൻ ആണ് വീടിന് കൊടുത്തിരിക്കുന്നത്. 2 പോർഷൻ ആയിട്ടാണ് വീട് ഇരിക്കുന്നത്. ഒരു പോർഷൻ വന്നിട്ട് നമുക്കൊരു എ ഷേപ്പും ഓപ്പോസിറ്റ് തൊട്ടടുത്തുള്ള പോർഷൻ വന്നിട്ട് നോക്കുവാണെങ്കിൽ സ്ക്വയർ ഷേപ്പിലുമാണ് വരുന്നത്. ഭംഗിയായിട്ടുള്ള പെയിന്റിങ്സും കളർഫുൾ ലൈറ്റ്സും ഒക്കെ കൊടുത്ത് വളരെ ഭംഗിയായിട്ടാണ് വീടിന്റെ എലിവേഷൻ ചെയ്തിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ വരുമ്പോൾ നമുക്ക് ഒന്നാമത്തെയും രണ്ടാമത്തെയും കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരു വലിയ വാഹനം നമുക്ക് എന്താണെങ്കിലും അകത്ത് പാർക്ക് ചെയ്യാം. ഒരു ചെറിയ വാഹനം കൂടി പാർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇന്നോവ പോലുള്ള ഒരു വലിയ വാഹനവും ഒരു ചെറിയ വണ്ടിയും നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് ഈ ഒരു ഭാഗത്ത് കിട്ടുന്നത്. മുറ്റമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോൺസ് വിരിച്ചിട്ട് ഇനിയിപ്പോൾ അതിനിടയിൽ നമുക്ക് ആർട്ടിഫിഷ്യൽ ഗ്രാസിന്റെ വർക്കുകളും കൂടിയാണ് പെയിന്റിംഗ് ആയിട്ടുള്ളത്. നമുക്ക് മുമ്പിൽ തന്നെ ടാങ്ക് കാണാം. വാട്ടർ ടാങ്ക് ആണ്. നമുക്ക് KWയുടെ വാട്ടർ വന്ന് സ്റ്റോർ ആവാനായിട്ട് വലിയ ഒരു കപ്പാസിറ്റി ഉള്ള നല്ലൊരു ടാങ്ക് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വെള്ളത്തിനായിട്ടുള്ള മറ്റൊരു ഓപ്ഷൻ നമുക്ക് ഇവിടെ ഉള്ളത് കിണർ കൂടിയാണ്. നമുക്ക് ഗേറ്റ് തുറന്ന് നേരെ അകത്തേക്ക് വരാം. ഇവിടെയാണ് നമ്മുടെ ഒന്നാമത്തെ കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ്. ഇവിടെയാണ് രണ്ടാമത്തെ കാർ പാർക്കിങ്ങിനുള്ള സ്പേസ് വരുന്നത്. നമുക്ക് ഈ രണ്ടാമത്തെ കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസിലൂടെ ഒന്ന് ജസ്റ്റ് ബാക്ക് സൈഡിലേക്ക് പോയി നോക്കാം. ഈ സ്റ്റോൺസ് വെച്ചിരിക്കുന്ന ഒരു ഏരിയ കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് ആയിട്ട് ബാക്കിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഭംഗിയായിട്ട് ചെറിയ ആ ഒരു ബേബി മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. നല്ല രീതിയിൽ സെറ്റ് ബാക്ക് കൊടുത്തിട്ട് തന്നെയാണ് ഈ കാണുന്ന ഒരു വീട് ചെയ്തിരിക്കുന്നത്. ഒരുപാട് നൈബേഴ്സ് ഒക്കെ ഉള്ള ഏരിയയിൽ താമസിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തുകൊണ്ടും സ്യൂട്ടായ ഒരു വീട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ ഫുള്ള് കാണാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട. എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. വീടിന്റെ ഒരു ബാക്ക് സൈഡ് എന്ന് എൻഡ് ചെയ്യുന്നത് വർക്ക് ഏരിയയുടെ ഒരു സൈഡിലാണ്. ഇനി നമുക്ക് ഒന്നാമത്തെ കാർ പാർക്ക് ചെയ്യുന്ന ഈ ഒരു സ്പേസിന്റെ സൈഡിലൂടെ വീടിന്റെ ബാക്കിലേക്ക് ഒന്ന് പോയി നോക്കാം. 2 സൈഡിലും നല്ല രീതിയിൽ സെറ്റ് ബാക്ക് കൊടുത്തിട്ട് തന്നെയാണ് വീട് മിഡിലായിട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഭാഗത്തൊക്കെ നോക്കുവാണെങ്കിൽ ഇവിടെ എല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോൺ ആണ് വിരിച്ചിരിക്കുന്നത്. നമുക്ക് ഗ്രാസ് ഒക്കെ വിരിച്ചിട്ട് ഇവിടെ നിന്ന് കുറച്ച് സാധനങ്ങളും ക്ലിയർ ചെയ്യാനുണ്ട്. ആ ഒരു വർക്ക് മാത്രമാണ് ഇത് പെയിന്റിംഗ് ആയിട്ടുള്ളത്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ബേബി മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ കിണർ വരുന്നത്. ആഴത്തിലുള്ള നല്ലൊരു കിണറാണ് ഇവിടെ നമുക്ക് ഡ്രിങ്കിങ് വാട്ടറിനായിട്ട് കിട്ടുന്നത്. തൊട്ടടുത്ത് തന്നെയാണ് വർക്ക് ഏരിയയുടെ ഓപ്പോസിറ്റ് സൈഡും വന്ന് എൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് വീടിന്റെ സിറ്റ് ഔട്ടിലാണ്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു 3 ചെയറുകൾ ഇടാനുള്ള സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. സിറ്റ് ഔട്ടിന് നേരെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ GA പൈപ്പിനെ കുറിച്ച് വർക്കുകളൊക്കെ വരുന്നുണ്ട്. ഞാൻ നിൽക്കുന്നതിന്റെ ടോപ്പിലാണെങ്കിലും നമുക്ക് ചെറുതായിട്ട് LED സ്ട്രിപ്പുകളും LED ബൾബുകളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. വീട് കംപ്ലീറ്റ് ആയിട്ട് തന്നെ നമുക്ക് LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ ഭംഗിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ മെയിൻ ഡോർ ഈ കാണുന്നതാണ്. ഒറ്റപ്പാളിയിലാണ് ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോർ നോക്കുവാണെങ്കിലും അകത്തുള്ള ഡോറുകളെല്ലാം തന്നെ വന്നിട്ട് നമുക്ക് മഹാഗണിയിലും മാഞ്ഞിലിയും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് നമുക്ക് നേരെ വീടിന്റെ അകത്തേക്ക് ചെല്ലാം. മെയിൻ ഡോർ തുറന്ന് നേരെ വരുന്നത് ലിവിംഗ് സ്പേസിലേക്കാണ്.
വളരെ വലിയൊരു ലിവിംഗ് ഏരിയ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ലെങ്തി ആയിട്ടാണ് വരുന്നത്. ഡോറ് തുറന്നാൽ നേരെ കാണുന്നത് TV വെക്കാനുള്ള സ്പേസ് ആണ്. ഈ ഒരു വോള് കംപ്ലീറ്റ് ആയിട്ട് തന്നെ നല്ല ഭംഗിയുള്ള ഒരു വാൾപേപ്പർ ആണ് ചെയ്തിരിക്കുന്നത്. മൾട്ടി വുഡ് കൊണ്ടാണ് TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത്. താഴെയൊക്കെ ക്ലോസ് ചെയ്തിട്ടുള്ള കബോർഡുകളും ഇവിടെയെല്ലാം ഓപ്പൺ കബോർഡ്സും ആണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്തൊക്കെ ചെറിയ LED ലൈറ്റ് ഫിറ്റിംഗ്സും LED ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ TV വെച്ച് കഴിഞ്ഞാൽ ഇവിടെയായിട്ട് നമുക്ക് കോർണർ സെറ്റ് ഇടാനായിട്ട് നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട്. നല്ല രീതിയിൽ TVയും നമ്മുടെ വിഷനുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ലിവിംഗ് സ്പേസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നാണ് കയറി വന്നത്. ഇവിടെയായിട്ട് നമുക്ക് 2 വിൻഡോസ് കിട്ടുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് 3 വിൻഡോസും ആണ് കൊടുത്തിരിക്കുന്നത്. ഫ്ലോർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൈറ്റ് കളറാണ്. ചെറിയൊരു ബ്ലാക്ക് ഡിസൈനും അതിനകത്ത് വരുന്നുണ്ട്. റൂഫിലാണെങ്കിലും നല്ല വർക്കുകളും വലിയ LED ബൾബുകളും ഒക്കെ കൊടുത്തിട്ടാണ് റൂഫ് ഭംഗിയാക്കിയിരിക്കുന്നത്. വലിയൊരു ലിവിംഗ് സ്പേസ് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. വലിയൊരു എൻട്രൻസ് ആണ് നമുക്ക് ഡൈനിങ്ങിലേക്ക് പോകുമ്പോൾ കിട്ടുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നതിന്റെ ലെഫ്റ്റ് സൈഡിലാണ് ഡൈനിങ് സ്പേസ് വരുന്നത്. താഴെ നമുക്കൊരു ബെഡ്റൂം വരുന്നുണ്ട്. അത് ഈ ഒരു ഭാഗത്താണ്. നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. ബെഡ്റൂമിലേക്കൊക്കെ പോകുന്ന വഴിക്ക് യാതൊരു കൺജൻഷനും അല്ലാതെ വളരെ വലിയ വൈഡ് ആയിട്ടുള്ള ഏരിയ തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. 4 സെന്റ് സ്ഥലത്ത് 1750 സ്ക്വയർ ഫീറ്റിൽ ചെയ്തിരിക്കുന്ന ഒരു വീടായതുകൊണ്ട് തന്നെ നല്ല സൗകര്യങ്ങൾ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഒന്നാമത്തെ ബെഡ്റൂം വരുന്നത്. ഡോറിന്റെ പാറ്റേൺ ഒക്കെ വന്നിട്ട് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 15-11 ഫീറ്റിലാണ് ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം കിട്ടുന്നുണ്ട്. നേരെ വരുമ്പോൾ നമുക്ക് 3 വിൻഡോസ് ആണ് കാണാൻ പറ്റുന്നത്. വാർഡ്രോബ് വന്നിട്ട് ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിൽ നല്ല രീതിയിൽ തന്നെ ലാമിനേഷൻ ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല സ്റ്റോറേജ് കപ്പാസിറ്റി കിട്ടുന്നുണ്ട്. അതിനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി കൂടി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. റൂഫിലാണെന്നുണ്ടെങ്കിലും ബോർഡർ ലൈനുകളിലൊക്കെ പ്രൊജക്ഷൻ കൊടുത്തിട്ട് അതിനകത്ത് LED സ്ട്രിപ്പുകളും എല്ലാ സൈഡിലും നിറയെ വലിയ LED ബൾബുകളും ഒക്കെയാണ് ഇട്ടിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ഞാൻ പറഞ്ഞിരുന്നു വർക്ക് കഴിഞ്ഞ് നമുക്ക് കുറച്ച് മെറ്റീരിയൽസും പെയിന്റിംഗ് ബക്കറ്റ്സ് ഒക്കെ ഇവിടുന്ന് റിമൂവ് ചെയ്യാനുണ്ട്. അതൊക്കെയാണ് ബാത്റൂമിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. നല്ല സൗകര്യം കൊടുത്തുകൊണ്ടാണ് ഈ ഒരു ബാത്റൂം ചെയ്തിരിക്കുന്നത്. വൈറ്റ് ആൻഡ് ഗ്രേ കളറിൽ ചെറിയൊരു ഡിസൈൻ വരുന്ന ടൈലാണ് ഇവിടെ എല്ലാം തന്നെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ജെറയുടെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ സ്വിച്ചസും കേബിളും ഒക്കെ നോക്കുവാണെങ്കിൽ വി ഗാർഡിലും ലെഗ്രാൻഡിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. താഴത്തെ നിലയിലുള്ള ഒന്നാമത്തെ ബെഡ്റൂം കഴിഞ്ഞു. നമ്മൾ ഇനി നേരെ പോകുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഡൈനിങ് സ്പേസ് തന്നെയാണ്. 12 പേരെ വരെ നമുക്ക് ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന വിഡ്ത്തും ലെങ്ത്തും ഉള്ള വലിയൊരു ഡൈനിങ് ഏരിയയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഡൈനിങ് ഹാളിന്റെ നേരെ നോക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ 3 വിൻഡോസ് കാണാൻ പറ്റുന്നുണ്ട്. ബാക്കിയുള്ള വിൻഡോസ് വന്നിട്ട് ഈ ഭാഗത്താണ് 4 എണ്ണം കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസിൽ നമുക്ക് നല്ലൊരു ക്രോക്കറി ഷെൽഫ് കിട്ടുന്നുണ്ട്. ഗ്ലാസ് ഡോറുകൾ കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ ഷെൽഫുകൾ വരുന്നുണ്ട്. അത് കൂടാതെ നമുക്ക് ഇവിടെ എല്ലാം നിറയെ ഡ്രോസ് ഒക്കെ വരുന്നുണ്ട്. നമുക്ക് ഇവിടെ ഇരുന്ന് ജസ്റ്റ് ഒന്ന് ലാപ്ടോപ്പ് ഒക്കെ വെച്ച് വർക്ക് ചെയ്യാനാണെങ്കിലും സാധനങ്ങൾ സൂക്ഷിക്കാൻ അല്ലെങ്കിൽ റീഡിംഗ് പർപ്പസിനൊക്കെ ഈ ഒരു ഏരിയ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. മൾട്ടിവുഡ് കൊണ്ടാണ് ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസിന്റെ റൂഫിൽ നോക്കുവാണെങ്കിലും നല്ല രീതിയിൽ തന്നെ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരുപാട് LED ബൾബുകൾ ഉണ്ട്. അത് കൂടാതെ തന്നെ LED സ്ട്രിപ്പുകളും ഒക്കെ ഇട്ടിട്ട് സിമ്പിൾ ആണ്, പക്ഷെ മനോഹരമായിട്ടാണ് റൂഫിലുള്ള വർക്കുകൾ ചെയ്തിരിക്കുന്നത്. നമുക്ക് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡൈനിങ് ഹാളിന്റെ ഈ ഒരു ഭാഗത്തു നിന്നാണ്. ഹാൻഡ് റൈൽസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പുകളൊക്കെ വന്നിട്ട് ഗ്രാനൈറ്റിലുമാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പുകളുടെ താഴെ വരുന്ന ഭാഗത്തെല്ലാം തന്നെ കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇൻവെർട്ടേഴ്സ് വെക്കാനും സാധനങ്ങൾ സൂക്ഷിക്കാനൊക്കെ നമുക്ക് ഈ കാണുന്ന കബോർഡുകൾ യൂസ് ചെയ്യാവുന്നതാണ്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വാഷ് ഏരിയ വരുന്നത്. നല്ല സ്ക്വയർ ആയിട്ടുള്ള ഒരു വാഷ് ബേസിനാണ് സെറയുടെ ഇവിടെ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അതിരിക്കുന്നത് ഗ്രാനൈറ്റ് പീസിലാണ്. അതിരിക്കുന്ന ആ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് മൾട്ടി വുഡ് കൊണ്ട് ഷെൽഫുകളായിട്ടൊക്കെ തിരിച്ചിട്ടുണ്ട്. താഴെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട്. വലിയൊരു മിററും കൊടുത്തിട്ടുണ്ട്. ഒരു ലൈറ്റ് ഫിറ്റിംഗും ആണ് വരുന്നത്. അതിന്റെ ടോപ്പ് വരെ ആ സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ തുടങ്ങി നമുക്ക് നിറയെ മൾട്ടിവുഡിന്റെ വർക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇവിടുത്തെ കിച്ചൺ ആണ് നമുക്ക് കാണേണ്ടത്. കിച്ചണിന്റെ എൻട്രൻസ് തന്നെ നോക്കിയാൽ കാണാം ഭംഗിയായിട്ട് തന്നെ മൾട്ടിവുഡിൽ നല്ല ഡിസൈനുകളും താഴെ ബ്ലൂ കളറിലുള്ള ഒരു PVC പാനലിംഗ് വർക്കുകളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഓരോ കാണുന്ന ആ ഒരു സ്പേസിനകത്ത് തന്നെ ചെറിയ LED ബൾബുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ട് 2 ഹാങ്ങിങ് ലൈറ്റും ആണ് കൊടുത്തിരിക്കുന്നത്. 4-5 പേർക്ക് നിന്ന് മാനേജ് ചെയ്യാവുന്ന സ്പേസ് ആണ് കിച്ചണകത്ത് നമുക്ക് ലഭിക്കുന്നത്. കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത്. മുകളിൽ 2 ലെയറിലും താഴെ ഒരു ലെയറിലും നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. കിച്ചന്റെ ഈ ഒരു സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ നോക്കിയാൽ വൈറ്റ് ടൈൽ ആണ് കൊടുത്തിരിക്കുന്നത്. ടോപ്പ് സ്ലാബ് വന്നിട്ട് ബ്ലാക്ക് ഗ്രാനൈറ്റിലും
ഇവിടെയായിട്ട് നമുക്ക് സിങ്കും പൈപ്പ് കണക്ഷനും കിട്ടുന്നുണ്ട്. വിൻഡോസ് വരുന്നത് ഈ ഭാഗത്ത് 2 സിംഗിൾ വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. റൂഫിനാണെന്നുണ്ടെങ്കിലും മിഡിൽ പോർഷനിൽ ചെറിയൊരു പ്രൊജക്ഷൻ വരുന്നുണ്ട്. അതിന് ചുറ്റിനും LED സ്ട്രിപ്പുകളൊക്കെ ഇട്ടിട്ടാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. കിച്ചന്റെ ഡോർ തുറന്ന് നമ്മൾ നേരെ പുറത്തേക്ക് വരുന്ന സമയത്ത് ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് വർക്ക് ഏരിയ സ്പേസ് കിട്ടുന്നത്. കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തൊരു വർക്ക് ഏരിയ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. കിച്ചന്റെ സ്ലാബ് തന്നെ ഗ്രാനൈറ്റിലും താഴെയൊക്കെ വന്നിട്ട് ഗ്രീൻ ഷെയ്ഡിലുമാണ് കബോർഡുകൾ കൊടുത്തിരിക്കുന്നത്. ഈ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ ടൈല് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെയാണെങ്കിലും സിങ്കും പൈപ്പ് കണക്ഷനും കിട്ടുന്നുണ്ട്. 2 സൈഡിലും ഡോറുകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സൈഡിലെ ഡോർ തുറന്നാൽ നമ്മൾ നേരെ കിണറിന്റെ സ്ഥാനത്തേക്കാണ് ഇറങ്ങുന്നത്. ഓപ്പോസിറ്റ് സൈഡിലായിട്ട് നമുക്ക് ഡോർ ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. താഴെ നമ്മൾ ഏകദേശം എല്ലാം കണ്ടു കഴിഞ്ഞു. നമുക്കിനി മുകളിലേക്കുള്ളത് എങ്ങനെയാണെന്ന് നോക്കാം. സ്റ്റിപ്പ് കയറി വരുന്ന വഴികളിലെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഫുഡ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് പെർഗോള മോഡലിൽ ഒരു ഓപ്പണിംഗ് വരുന്നുണ്ട്. നല്ല രീതിയിൽ വെളിച്ചമകത്ത് കടക്കാനായിട്ട് ഇത് ഹെൽപ്ഫുൾ ആണ്. ആ ഒരു ഭാഗത്തായിട്ട് കടന്നു വരുമ്പോൾ തന്നെ ഒരു ഷോ ലൈറ്റ് കാണാം. മുകളിലുള്ള വർക്കുകൾ നമ്മൾ കയറി വരുമ്പോൾ സ്റ്റെപ്പ് തുടങ്ങി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സിമ്പിൾ ആയിട്ടും ഭംഗിയായിട്ടുള്ള വർക്കുകളും LED സ്ട്രിപ്പുകളും LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് റൂഫിൽ കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ വരുമ്പോൾ നമുക്ക് 2 ഹാളുകളാണ് ഇവിടെ കിട്ടുന്നത്. ആദ്യം നമുക്ക് ഇവിടെ ഒരു ചെറിയ ഹാള് വരുന്നുണ്ട് ഈ ഭാഗത്തേക്ക്. ഇവിടെയാണെങ്കിൽ നമുക്ക് 3 വിൻഡോസ് ആണ് ഈ ഒരു ഏരിയയിൽ കിട്ടുന്നത്. സ്റ്റഡി പർപ്പസിന് എന്തായിട്ട് വേണമെങ്കിലും നമുക്ക് ഈ ഒരു ഏരിയ യൂസ് ചെയ്യാവുന്നതാണ്. കൂടുതലും കുട്ടികൾക്ക് റീഡിംഗ് ആവശ്യത്തിനൊക്കെ ഇവിടെ ഇരിക്കാനും ലാപ്ടോപ്പ് വെച്ച് വർക്ക് ചെയ്യാനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഷെൽഫുകൾ ഒരുപാട് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബുക്സ് ഒക്കെ വെക്കാനായിട്ട് നല്ല രീതിയിൽ തന്നെയാണ് ഈ ഒരു അറേഞ്ച്മെന്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു ചെറിയ ഹാള് കൂടാതെ അപ്പർ ലിവിംഗ് സ്പേസ് വേറെയാണ് വരുന്നത്. അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടെ ഒരു ബെഡ്റൂം യൂട്ടിലിറ്റി സ്പേസ് ഒക്കെ കാണാനുണ്ട്. അതൊന്ന് കണ്ടിട്ട് വരാം. സ്റ്റെപ്പ് കയറി നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് വന്നിട്ട് ഈ ഒരു ഹാളാണ് നമ്മൾ കണ്ടത്. അതിനുശേഷം നമ്മൾ ഈ ഒരു പോർഷനിലേക്ക് വരുമ്പോൾ ഇവിടെയായിട്ട് നമുക്ക് മുകളിലത്തെ നിലയിലുള്ള 2ാമത്തെ ബെഡ്റൂമാണ്. ടോട്ടൽ നോക്കുവാണെങ്കിൽ 2ാമത്തെ ബെഡ്റൂമാണ് കാണാൻ പോകുന്നത്. ഡോറുകളുടെയൊക്കെ പാറ്റേൺ ഇതുപോലെ സെയിം ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എല്ലാ ബെഡ്റൂമുകളിലും ഫുഡ് ലാംപ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് 11-10 ഫീറ്റിലുള്ള ഒരു ബെഡ്റൂമാണ് കാണാൻ പറ്റുന്നത്. ഇവിടെ 2 സിംഗിൾ വിൻഡോസും അവിടെ 3 വിൻഡോസും ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ വാർഡ്രോബ് വന്നിട്ട് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള കളറാണ്. നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡിലാണ് വാർഡ്രോബ് വരുന്നത്. മിറർ കൂടി അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. റൂഫിലാണെങ്കിലും ബോർഡർ ലൈനുകളൊക്കെ പ്രൊജക്ഷൻ വന്നിട്ട് അതിനകത്ത് LED സ്ട്രിപ്പുകളും LED ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ചെറിയൊരു ബ്രൗൺ ഷെയ്ഡും വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ടൈലുകളെല്ലാം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ജെറയിലും ജാഗ്വാറിലും ഒക്കെ ആയിട്ടാണ് നമുക്ക് ഇവിടുത്തെ സാനിറ്ററി ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. നമ്മൾ മുകളിലത്തെ നിലയിലുള്ള 1ാമത്തെ ബെഡ്റൂം കണ്ടു. അതിനുശേഷം ഈ ഒരു ഹാളിലേക്കാണ് തിരിച്ചു വന്നിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്കൊരു യൂട്ടിലിറ്റി സ്പേസ് കിട്ടുന്നുണ്ട്. ഈ ഒരു ഡോർ തുറന്നാൽ നമ്മൾ നേരെ വരുന്നത് യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ്. കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റ് ചെയ്ത് നല്ലൊരു റൂം ആയിട്ട് തന്നെയാണ് യൂട്ടിലിറ്റി ഏരിയ ചെയ്തിരിക്കുന്നത്. നേരെ നോക്കുമ്പോൾ നമുക്ക് വിൻഡോസ് കാണാം. അതുകൂടാതെ സൈഡിലായിട്ടൊരു വാഷ് ബേസിൻ ഫെസിലിറ്റി കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. അതിന്റെ കൂടെ ഒരു മിറർ കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള എല്ലാ അറേഞ്ച്മെന്റും ചെയ്തിരിക്കുന്നത്. ഇവിടെ സൈഡിലുള്ള ഡോർ തുറന്നാൽ നേരെ പുറത്തേക്ക് മുകളിലേക്ക് ടെറസിലേക്കാണ് പോകാവുന്നത്. സ്റ്റെപ്പ് എല്ലാം വന്നിട്ട് സേഫ് ആയിട്ട് കോൺക്രീറ്റിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. യൂട്ടിലിറ്റി സ്പേസ് കണ്ടു. അതിനുശേഷം നമ്മൾ ഇനിയിപ്പോൾ വരാൻ പോകുന്നത് ഇവിടുത്തെ മെയിൻ ഹാളിലേക്കാണ്. ഇവിടെയായിട്ടാണ് നമുക്ക് TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് എല്ലാം കൊടുത്തിരിക്കുന്നത്. വലിയൊരു ഹാള് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇവിടെ 3 വിൻഡോസും ഈ ഭാഗത്ത് 2 വിൻഡോസും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ TV വെക്കാനായിട്ട് ഈ ഒരു ഭാഗത്ത് താഴെ പോലെ തന്നെ സെയിം അറേഞ്ച്മെന്റ് ആണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. വാൾപേപ്പർ ഒട്ടിച്ചിട്ടുണ്ട്. മൾട്ടിവുഡിൽ നല്ലൊരു യൂണിറ്റ് ആണ് TV വെക്കാനായിട്ട് കൊടുത്തിരിക്കുന്നത്. താഴെയൊക്കെ കബോർഡുകളുണ്ട്. സൈഡിൽ ഓപ്പൺ കബോർഡുകളും ലൈറ്റ് ഫിറ്റിംഗ്സും എല്ലാം അതിനകത്ത് തന്നെ വരുന്നുണ്ട്. റൂഫിൽ നോക്കുവാണെങ്കിൽ നല്ല രീതിയിലുള്ള വർക്കുകളാണ്. സിമ്പിൾ ആയിട്ടാണെങ്കിൽ പോലും ഭംഗിയായിട്ടുള്ള വർക്കുകളും LED ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ഡോർ ഉണ്ട്. അത് നമുക്ക് ബാൽക്കണിയിലേക്കുള്ള എൻട്രൻസ് ആണ്. ബാൽക്കണി എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നല്ലൊരു സ്പേസ് കൊടുത്തിട്ടാണ് ബാൽക്കണി ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ചെയ്തിട്ട് അകത്തെല്ലാം ടഫന്റെ ഗ്ലാസ് ഇട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. താഴെ നിന്നുള്ള ആ ഒരു ഗ്രീൻ കളർ ലൈറ്റ് ഷെയ്ഡ് വരുന്ന പില്ലറാണ് മുകളിലേക്കും കണ്ടിന്യൂ ചെയ്തു വരുന്നത്. റൂഫിലൊക്കെ LED സ്ട്രിപ്പുകളും LED ലൈറ്റുകളും ഷോ ലൈറ്റുകളും ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബാൽക്കണി കണ്ടതിന് ശേഷം വീണ്ടും ഇവിടുത്തെ അപ്പർ ലിവിംഗ് സ്പേസിൽ വന്നിരിക്കുകയാണ്. ഫൈനലി നമുക്കിനി ഇവിടുത്തെ 3ാമത്തെ ബെഡ്റൂം ആണ് കാണാനുള്ളത്.
വലിയൊരു ബെഡ്റൂം ആയിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. 15-11 ഫീറ്റിലാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. നേരെ വരുമ്പോൾ 3 വിൻഡോസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വാർഡ്രോബ് വന്നിട്ട് പ്രത്യേക രീതിയിൽ നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ് ഈ ഒരു ഭാഗത്ത് പാനലിംഗ് വർക്കുകളാണ് ഇതിന്റെ ഫ്രണ്ടിലെല്ലാം വന്നിരിക്കുന്നത്. നല്ല ഗ്ലോസി ആയിട്ട് ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത്. അതിന്റെ കൂടെ തന്നെ ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി കൂടി നമുക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. റൂഫിലാണെങ്കിലും നേരത്തെ കണ്ടതുപോലെ സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. 3 ബെഡ്റൂമുകളും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിന് വലിയൊരു ബാത്റൂം തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ലൈറ്റ് ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ടൈലുകളെല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. വളരെ സൗകര്യമായിട്ടാണ് 3 ബാത്റൂമുകൾ നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഈ ഒരു വീടിന്റെ ഏകദേശം എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞു. നമുക്കിനി ഈ വീടിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. എറണാകുളം ജില്ലയിലെ ആലുവ പുക്കാട്ടുപടി റൂട്ടിലാണ് ഇത് നമ്മൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെട്ട വീട് സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം മെയിൻ റോഡിനോട് ബസ് റൂട്ടിനോട് വളരെ അടുത്താണ്. നമുക്ക് ഇവിടെ നിന്ന് വോക്കബിൾ ഡിസ്റ്റൻസ് മാത്രമാണ് ഉള്ളത്. വെറും 100 മീറ്റർ നമുക്ക് ഇവിടെ നിന്ന് നടന്നു കഴിഞ്ഞാൽ ബസ് റൂട്ടിലേക്ക് എത്താം. നല്ലൊരു ജംഗ്ഷനാണ്. കടകളാണെങ്കിലും എല്ലാം നമ്മുടെ ആവശ്യത്തിനുണ്ട്. നല്ലൊരു ലൊക്കേഷനിൽ ഒരുപാട് നൈബേഴ്സ് ഒക്കെ ഇവിടെ ഉണ്ട്. വലിയൊരു വില്ലാ പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വീടും ചെയ്തിരിക്കുന്നത്. ഇവിടെ അടുത്ത് തന്നെ സ്കൂളുകൾ നമുക്ക് ധാരാളമുണ്ട്. ആരാധനാലയങ്ങളുണ്ട്. ഹോസ്പിറ്റൽ ഫെസിലിറ്റി ഉണ്ട്. എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു സ്ഥലത്ത് ബസ് റൂട്ടിന് വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ 4 സെന്റ് സ്ഥലത്ത് 1750 സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 3 ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂമുകളാണ് നമുക്ക് ഈ ഒരു വീടിനുള്ളത്. താഴെ നമുക്ക് എക്സ്ട്രാ വർക്ക് ഏരിയ സ്പേസ് കിട്ടുന്നുണ്ട്. മുകളിൽ കോൺക്രീറ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു യൂട്ടിലിറ്റി സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ കാണുന്ന വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 78 ലക്ഷം രൂപയാണ്. 78 ലാക്സ് എന്നുള്ള ഇതിന്റെ പ്രൈസ് തീർച്ചയായിട്ടും മാർബിൾ ഹോംസ് വഴി വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്ത് വാങ്ങിക്കാവുന്നതാണ്. വീട് കണ്ടിഷ്ടപ്പെട്ടാൽ ഓണറുമായി നേരിട്ടിരുന്ന് സംസാരിച്ച് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഒരു റേറ്റിൽ ഇത് സ്വന്തമാക്കാവുന്നതാണ്. മാർബിൾ ഹോംസിലൂടെ തരുന്ന എല്ലാ വിവരങ്ങളും വളരെ അക്യുറേറ്റ് ആയിട്ടും സത്യസന്ധമായ വിവരങ്ങളാണ്. ഇവിടെ നിന്ന് ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ദൂരമെല്ലാം നമ്മൾ പറയുന്നത് വളരെ കറക്റ്റ് ആയിട്ട് തന്നെ ചെക്ക് ചെയ്തിട്ട് മാത്രമാണ് പറയുന്നത്. അതുപോലെ ഇതിൽ പറയുന്ന പ്രൈസ് ഓണർ പറയുന്ന പ്രൈസ് ആണ്. നിങ്ങൾക്ക് ഓണറുമായി നേരിട്ടിരുന്ന് സംസാരിച്ച് നല്ലൊരു റേറ്റിൽ വീട് സ്വന്തമാക്കാനായിട്ട് മാർബിൾ ഹോംസ് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഒട്ടും സമയം കളയേണ്ട. ഈ ഒരു വീട് മാത്രമാണ് ഒരു വില്ലാ പ്രൊജക്ടിനകത്ത് ഇനി ബാക്കിയുള്ളൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഇതുപോലുള്ള ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി ഇനിയും മാർബിൾ ഹോംസിലൂടെ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.